നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു യഥാർത്ഥ സുഹൃത്തിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ചിലപ്പോൾ കണ്ടുമുട്ടിയവരുണ്ടാവും, ചിലർക്ക് ഇപ്പോൾ കൂടെ തന്നെ ഉണ്ടാവും, ചിലർക്ക് ഇനി കണ്ടുമുട്ടാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ? പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ മൂന്നും പറഞ്ഞില്ലേ? പക്ഷേ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് ആട്ടോ. ഇപ്പം എങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലൈഫ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് അവർ ഫുൾ ഹാപ്പിയാണ്. വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്നതുകൊണ്ട് സൂപ്പറായിട്ട് അവർ ജീവിക്കുന്നുണ്ട്, ഡണ്ണാണ്. അതാണ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുമ്പോഴേ ചിലപ്പോഴവർ നമ്മളെ ലൈഫിൽ ഏറ്റവും നമ്മൾ തകർന്ന നിമിഷത്തായിരിക്കും അവർ കയറി വരിക. നമുക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കാം അവരിങ്ങനെ ഇങ്ങനെ 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 വരിക അല്ലേ? എന്നിട്ട് പറയും എന്ത് പറ്റിയിടോ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രേഞ്ചറായിട്ടായിരിക്കും വരിക. എന്നിട്ട് എന്ത് പറ്റിയിടോ ചോദിക്കും, നമ്മളെ ഫ്രണ്ടാവും, നമ്മളെ കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കും. ചിലപ്പോൾ നമുക്ക് പോലും എടുക്കാൻ പറ്റാത്ത ഡിസിഷൻസ്, നമ്മളെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ചിലപ്പോൾ അവരായിരിക്കും നമുക്ക് പറഞ്ഞു തരിക. അവർക്ക് എന്തെന്നറിയോ, അവർ യഥാർത്ഥ സുഹൃത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഴ്ചയിൽ കൂടെ നിൽക്കാൻ പറ്റുന്നവരായിരിക്കും. അതെ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേരൊക്കെ കൂടെ വരൂടോ, പക്ഷെ കരയുമ്പോൾ കരയാൻ നിന്നിഴൽ മാത്രം വരും എന്നല്ലേ പറയാം. ആ നിഴലിൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരാളാണ് നിൻ്റെ യഥാർത്ഥ സുഹൃത്ത്. ആ സുഹൃത്ത് എപ്പോഴും നിൻ്റെ നന്മ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരാളായിരിക്കും. നിനക്കൊരിക്കലും ഷർറുണ്ടാവണമെന്ന് വിചാരിക്കില്ല, നിന്നെ മറ്റൊരാൾ കുറ്റപ്പെടുത്തണമെന്ന് അയാൾ വിചാരിക്കില്ല. നീ എപ്പോഴും ഉയർച്ചയിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. നീ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ ഇല്ലേ യഥാർത്ഥ സുഹൃത്തിൻ്റെ ലിസ്റ്റിൽ വരുന്നവർ. ഇറ്റ്സ് എ സോൾമേറ്റ് അല്ലേ? അങ്ങനെയൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിലേ ഒന്നൊക്കെ കിട്ടുള്ളൂ നമ്മൾ ആയുസ്സിൽ. ആ ഒന്നെന്ന് പറയുന്നത് മാണിക്യാണ്. മാണിക്യം അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല. പണ്ട് നമ്മളെ നാഗരാജാവിൻ്റെ കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? നാഗരാജാവ് സാറിന് ഒരു പ്രത്യേകതയുണ്ട്. പുള്ളിക്കാരൻ അവിടെ എവിടെയൊന്നും പോയിട്ട് മാണിക്യം തുപ്പത്തില്ല. പുള്ളിയുടെ തലയ്ക്കുള്ളിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ മാണിക്യം എന്ന് പറയുന്നത്. പക്ഷെ പുള്ളി ഇങ്ങനെ അലഞ്ഞെറിഞ്ഞ് നടക്കുന്നത് കാട്ടിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്ക് ചിലപ്പോൾ ബോറടിക്കുമ്പം പുള്ളി ഇവിടെ അല്ലെങ്കിൽ കരിയിലൊക്കെ ഇടയിലേക്ക് ആയിരിക്കാം തുപ്പിയിടുക. അതാണ് പറയുന്നത്, ചില മാണിക്യങ്ങൾ കുപ്പത്തൊട്ടിയിലും ഉണ്ടാകും. ഒരാളുടെയും സ്റ്റാറ്റസ് അളന്നിട്ട് സ്നേഹിക്കല്ലേ, ഒരാളുടെയും സ്റ്റാറ്റസ് കണ്ടിട്ടല്ല അവരെ വിലയിരുത്തേണ്ടത്. പടച്ചോൻ ചിലപ്പോൾ സാധാരണക്കാർക്കിടയിൽ ഏറ്റവും ഇജാബത്തുള്ളവരെ നടത്തിപ്പിക്കും. ഔലിയാക്കന്മാരുടെയൊക്കെ പട്ടികയിലുള്ളവർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, പക്ഷെ അവർ വെറും സാധാരണക്കാരായിരിക്കും, വെറും എന്താ പറയുക പാവങ്ങളായിരിക്കും. നമുക്ക് പോലും തോന്നില്ല അള്ളാഹുവിന് അത്രേ ഹുബുള്ളവരാണോ റബ്ബേന്ന് നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ? അതാണ് ചില മാണിക്യങ്ങൾ കുപ്പത്തൊട്ടിയിലും കിടക്കും. അത്ര മാണിക്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സോൾമേറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടേക്ക് വിത്ത് കെയർ, അത്രയേ ഞാൻ പറയുള്ളൂ. പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. അത് ഒന്ന് മാത്രമേ ഉള്ളൂ, പകരം വെക്കാത്തൊരു സാധനമാണ്. ഒന്നിന് പകരം മറ്റൊന്നില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, അവർക്ക് പകരം വേറെ ഒന്നുമില്ല. കാരണം അവർ നമ്മളുടെ വേദനയിൽ കൂടെ നിന്നവരാണ്, നമുക്ക് താങ്ങായി നിന്നവരാണ്, നമുക്ക് തണലായി നിന്നവരാണ്.